വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മാതാപിതാക്കളുടെ സിബിൽ സ്കോർ മോശമാണ് എങ്കിൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കില്ല. എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ച ആളായതുകൊണ്ടും എഡ്യൂക്കേഷൻ ലോൺ ഇപ്പോഴും തിരിച്ചടയ്ക്കുന്നതുകൊണ്ടും ഇതിനെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കാം. ഒന്ന്, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയത് ഏകദേശം 1 മണിക്കൂറിൽ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അതും പൊതുമേഖലാ സ്ഥാപനമായ കാനറ ബാങ്കിൽ നിന്ന്. അതിൻ്റെ കാരണം എൻ്റെ ഫിനാൻസ് ഭദ്രത ആയിരുന്നില്ല, ഞാൻ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്രെഡിബിലിറ്റി ആയിരുന്നു. IIM കാലിക്കറ്റിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ആയിരുന്നു അതിന് കാരണം. അപ്പം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനവും കോഴ്സും റെപ്യൂട്ടഡ് ആണെങ്കിൽ, പ്രത്യേകിച്ച് സ്ഥാപനം NIRF റാങ്കിങ്ങിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുക തന്നെ ചെയ്യും. 2, ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഒരു കോമൺ പോർട്ടലാണ് PM വിദ്യാലക്ഷ്മി. PM വിദ്യാലക്ഷ്മി വഴി നിങ്ങൾക്ക് ബാങ്കുകളിലേക്ക് കോമൺ ആയിട്ട് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റും. 3, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോർട്ടലാണ് ജൻ സമർത്ഥ് പോർട്ടൽ. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഇൻട്രസ്റ്റ് സ്കീമുകളിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലോണിൽ സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി സ്കീമും ഉള്ള ഒന്നാണ് ജൻ സമർത്ഥ് പോർട്ടൽ, പ്രത്യേകിച്ച് ലോവർ ഇൻകമിൽ നിൽക്കുന്ന കുട്ടികൾക്ക്. 3, ഈ പ്രൈവറ്റ് ബാങ്കുകളെയും പൊതുമേഖലാ ബാങ്കുകളെയും പോലെ തന്നെ ഒരുപാട് NBFCs ലൈക്ക് ക്രെഡില്ല ആർ ഓൾസോ പ്രൊവൈഡിങ് ലോൺസ്. പ്രത്യേകിച്ച് സ്റ്റഡി അബ്രോഡിനും നോൺ ട്രഡീഷണൽ കോഴ്സസിനും ഈ ലോൺസ് അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോൺ കിട്ടാൻ വളരെ എളുപ്പമാണ്. തിരിച്ചടയ്ക്കുന്നവരെ അതിന് ബുദ്ധിമുട്ടറിയും. ആവശ്യമുള്ളെങ്കിൽ ലോൺ എടുക്കുക, ആവശ്യമുള്ള അത്രയും മാത്രം ലോൺ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കണക്ട് ചെയ്യും.